ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 1 ലൈൻസ് ആൻഡ് സർക്കിൾസ്. അപ്പോൾ എന്താണ് ഇപ്രാവശ്യം മുതൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ യൂണിറ്റാണ് എന്ത്? ലൈൻസ് ആൻഡ് സർക്കിൾസ്. ലൈൻസും സർക്കിൾസും. അപ്പോൾ എങ്ങനെയാണ് ഒരു ലൈൻ വരയ്ക്കുക, എങ്ങനെയാണ് സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കുക, എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് വരയ്ക്കുക, ദെൻ എങ്ങനെയാണ് കോമ്പസ് ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കുക, അങ്ങനെയുള്ള സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം കുറച്ച് പിക്ചേഴ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൂട്ടുകാർ ജസ്റ്റ് നോക്കിയാൽ മതി. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കി നോക്കാം. ഓക്കെ, let us also start to draw first rectangle. അപ്പോൾ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നോക്കി നോക്കാം. റെക്റ്റാങ്കിൾ എങ്ങനെയാണ് വരയ്ക്കുക എന്ന്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ റെക്റ്റാങ്കിൾ നോക്ക്. ഈ സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്, ദെൻ ഈ സൈഡും എന്താണ് 5 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഈ സൈഡ് 3, ഈ സൈഡ് 3. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ് സെയിം ആണ് വരുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് സെയിം ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വേണം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാൻ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുക? ആദ്യം ഇപ്പോൾ ഈ റെക്റ്റാങ്കിളാണ് വരയ്ക്കണമെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സ്കെയിലിൽ എന്ത് ചെയ്യണം, ഒരു 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഇവിടുന്ന് ഇങ്ങോട്ടാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ അത് വരയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ദെൻ അടിയിക്ക് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് വരച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കുക. എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വെക്കണം. ഈ അടിയിൽ ഈ ലൈനിൻ്റെ മേലെ ഈ അടി തട്ടണം. ദെൻ ഈ സൈഡിൽ ഇങ്ങനെ നമ്മൾ വരയ്ക്കുക. എത്ര സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത്? 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ദെൻ ബാക്കി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ഭാഗവും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത്? ഈ സെറ്റ് സ്ക്വയർ ഈ ലൈൻ എന്താണ് ചെരിഞ്ഞ് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇവിടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ ജോമെട്രി ബോക്സിൽ നോക്കിയാൽ കൂട്ടുകാർക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു സെറ്റ് സ്ക്വയറും ഉണ്ട്, വേറെ ഒരു സെറ്റ് സ്ക്വയറും ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണ്. അപ്പോൾ ഏതാണ് ആവശ്യം, ഏത് ഫിഗർ വരയ്ക്കാനാണ് ആവശ്യം എന്ന് വെച്ചാൽ അതുപോലെ എടുത്ത് വരയ്ക്കുക. ഇപ്പോൾ ഇത് കുത്തനെയുള്ള ഒരു ലൈനാണ്, ചെരിയാത്ത കുത്തനെയുള്ള ഒരു ലൈനാണ്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഈ ടൈപ്പ് സെറ്റ് സ്ക്വയർ ആണ് ഉപയോഗിക്കുക. അപ്പോൾ എന്തിനാണ് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞത്? ചെരിയാണ്ട് കറക്റ്റായിട്ട് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു എന്ത് വരയ്ക്കേണ്ടത്, റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. ഇനി അടുത്തത് എന്താ? അടുത്തത് കൂട്ടുകാർ നോക്കിയേ. അടുത്തത് ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമ്മൾ വരച്ച് നോക്കുകയാണ്. ഈ ഭാഗം വെച്ച് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ കിട്ടി അല്ലേ? ഒരു ചെരിഞ്ഞിട്ടുള്ള പോർഷൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഫിഗർ വരയ്ക്കാവുന്ന ഒരു സ്ലാൻറ്റഡ് ലൈനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനത്തെ ഭാഗം വരയ്ക്കാൻ ഇപ്പോൾ ഈ ഫിഗർ കൂട്ടുകാരോട് വരയ്ക്കാൻ പറഞ്ഞ കൂട്ടുകാർ എന്ത് യൂസ് ചെയ്യണം? സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഭാഗം ഉപയോഗിച്ച് വരയ്ക്കണം. അപ്പോൾ ആദ്യം സ്കെയിലിൽ എന്ത് വേണം? സ്കെയിൽ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. ദെൻ മേലോട്ട് സെറ്റ് സ്ക്വയറിൽ നിന്ന് ഒരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഓക്കെ, 3 സെൻറ്റിമീറ്റർ മേലേക്ക് വരച്ചു. ദെൻ ആ ലൈൻസൊക്കെ ജോയിൻ ചെയ്യുക. ദെൻ ഇവിടെ 5 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ദെൻ അവിടുന്ന് അടിയിലേക്ക് ലൈൻ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരച്ച് നോക്കുക. അപ്പോഴാണ് നമുക്ക് അതുമായി ഫെമിലിയർ ആവുള്ളൂ. ഇനി എന്താ, ഇതും സെറ്റ് സ്ക്വയറിൻ്റെ വേറൊരു പോർഷൻ ഉപയോഗിച്ചിട്ട് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ 2 സെറ്റ് സ്ക്വയറും കൂട്ടുകാർ എടുത്ത് നോക്കുക. ദെൻ ഇത് വരച്ച് നോക്കുക. ഏതാണ് ഇത് സ്യൂട്ടാവുന്നതെന്ന് വെച്ചാൽ അത് എടുത്ത് വരച്ച് നോക്കുക. ഓക്കെ,
ഇനി എന്താ, ഹൗ അബൌട്ട് മാർക്കിംഗ് 3 cm ഓഫ് ഫ്രം ബോട്ടം ദ സ്ലാൻറ്റഡ് ലൈൻ ആൻഡ് ജോയിനിങ് ദ എഡ്ജ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. ഇഫ് വി എക്സ്റ്റെൻഡഡ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് വി ഗെറ്റ് എ ട്രയാങ്കിൾ. എന്താണ്, ഇപ്പോൾ നമ്മൾ ഈ ഭാഗം ജോയിൻ ചെയ്തില്ലേ, ഈ ഭാഗം ജോയിൻ ചെയ്യാണ്ട് ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ആ ട്രയാങ്കിളാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെ നമ്മൾ ഫിഗർ വരയ്ക്കും, ഒരു തന്നിരിക്കുന്ന ഫിഗർ എങ്ങനെ വരയ്ക്കും, അത് മനസ്സിലാക്കിയാൽ തന്നെ ഈ പാഠം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഓൾ ദ ലൈൻസ് ഇൻ ദ പിക്ചർ ബിലോ ആർ ഓഫ് 3 cm ലെങ്ത്. 3 cm ലെങ്ത് ആണ്. ഇതിൽ ഓരോന്നിനും ഡ്രോ ആൻഡ് കളർ ദം. അപ്പോൾ എന്താണ് ഇതിൽ തന്നിരിക്കുന്ന ഇതിനും അതുപോലെ തന്നെ ഇതിനും അതുപോലെ ഇതിനും 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 എല്ലാം എന്താണ്? എല്ലാം 3 cm ആണ്. എത്രയാണ്? 3 cm ആണ്. എല്ലാ സൈഡും 3 cm ആണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കുക കൂട്ടുകാർ. ജോമെട്രി ബോക്സ് വരയ്ക്കുക ആദ്യം. ദെൻ ഇത് വരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു എത്ര സെൻറ്റിമീറ്റർ? 3 എന്നല്ലേ, 3 cm ലൈൻ വരയ്ക്കുക. ദെൻ സെറ്റ് സ്ക്വയറിൻ്റെ ഇങ്ങനെ കുത്തനെ വരുന്ന സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇവിടേക്കും 3 cm വരയ്ക്കുക. ദെൻ ഇതും കൂടി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കിട്ടും. ഇനി അടുത്തത് എന്താ? അടുത്തത് ഒരു 3 cm ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ വരുന്നത് ഏത് സെറ്റ് സ്ക്വയറാണ്, ഏത് ഭാഗമാണെന്ന് നോക്കുക. ദെൻ അവിടുന്ന് 3 cm മേലോട്ട് വരയ്ക്കുക. ദെൻ അതിൽ ജോയിൻ ചെയ്യുക. ഇതും അങ്ങനെ തന്നെ, ഇതും അങ്ങനെ തന്നെ. ഇതും ഇങ്ങനത്തെ ഭാഗം വരുന്നത് ഏത് സെറ്റ് സ്ക്വയറിലാണ് നോക്കുക. ദെൻ ആ ഭാഗം വരയ്ക്കുക. ദെൻ മേപ്പോട്ട് വരയ്ക്കുക. ദെൻ ഇതും മേപ്പോട്ട് വരയ്ക്കുക. രണ്ടും കൂടി. അപ്പോൾ ആദ്യം ഈ ഭാഗം കണ്ടുപിടിക്കുക. ദെൻ ഈ ഭാഗം വരയ്ക്കുക. ദെൻ രണ്ടും കൂടി ജോയിൻ ചെയ്യുക. ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇത് മായ്ച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടുത്തത് എന്താ? അടുത്തത് ഡ്രോ ദ ഫസ്റ്റ് പിക്ചർ വിത്ത് ലെങ്ത് ആസ് ഷോൺ ആൻഡ് ദെൻ കളർ ഇറ്റ് ഇൻ ദ സെക്കൻഡ് പിക്ചർ. അപ്പോൾ എന്താണ്? ആദ്യം ഈ ഫസ്റ്റ് പിക്ചർ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും? ആദ്യം നമ്മൾ ഈ ഭാഗം വേണം വരയ്ക്കാൻ. ആദ്യം നമ്മൾ 5 cm ഈ ഭാഗം വരച്ചു. ദെൻ അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ, ഒരു സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് മേലോട്ട് വരയ്ക്കുക. അതായത് 3 cm വരയ്ക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതും ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇപ്പം നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടി. അപ്പോൾ ആദ്യം ഇത്ര വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ചെരിഞ്ഞിട്ടുള്ള സെറ്റ് സ്ക്വയറിൻ്റെ സൈഡ് എടുക്കുക. ചെരിഞ്ഞിട്ടുള്ള സൈഡ് എടുത്തിട്ട് ഈ ഭാഗത്ത് ഈ ലൈൻമ കറസ്പോണ്ടിങ് ആയിട്ട് വെക്കുക. ഈ ലൈൻമ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ മേപ്പോട്ട് 2 cm വരയ്ക്കുക. ഓക്കെ, എത്ര സെൻറ്റിമീറ്ററാണ്? 2 cm വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് 5 cm വരയ്ക്കുക. ഇതും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫിഗർ കിട്ടും. ദെൻ എന്ത് വേണം? ദെൻ അത് കളർ ചെയ്യുക. ദെൻ ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം കൂട്ടുകാർ? ഈ പിക്ചറും വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ജോമെട്രി ബോക്സ് എടുത്തിട്ട് എല്ലാ സാധനങ്ങളും നോക്കി, സ്കെയിലൊക്കെ നോക്കി, ചെയ്യാണ്ട് മെഷർമെൻറ്റിലൊക്കെ നോക്കിയിട്ട് വരയ്ക്കുക. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് വരയ്ക്കാൻ പറ്റും. വരച്ച് നോക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അടുത്തത് എന്താ? അടുത്തത് സർക്കിൾ മാത്ത്. അതിൽ എന്താ പറയുന്നത്? എങ്ങനെ നമുക്കൊരു സർക്കിൾ, ഇവിടെ ഞാൻ വരയ്ക്കുമ്പോൾ ഭംഗിയൊന്നും ഉണ്ടാവില്ല, അപ്പോൾ നല്ല ഭംഗിയിൽ വരയ്ക്കണം. എങ്ങനെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെ നമുക്കൊരു സർക്കിൾ വരയ്ക്കാൻ പറ്റും? അപ്പോൾ ഇതിലെന്താ ഇവർ ഫ്രണ്ട്സ് ചെയ്യുന്നത്? ഒന്നിന്മേ എന്താണ്, ഒരാൾ ഒരു ഭാഗത്ത് പിടിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ആൾ അടുത്ത ഭാഗം കൊണ്ട് ഈ സെൻറ്റർ മാറ്റാണ്ട് മറ്റാൾ ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു മെത്തേഡ്. ദെൻ കാല് കൊണ്ട് നമ്മൾ കളിക്കാൻ വേണ്ടി വരയ്ക്കും. അങ്ങനെ നമുക്ക് വൃത്തം വരയ്ക്കാം. പിന്നെ വേറൊരു മെത്തേഡാണ് എന്ത്? നമ്മുടെ ജോമെട്രി ബോക്സിലത്തെ കോമ്പസ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. There's a tool in the geometry box to draw circles of any size we want. അപ്പം നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഇൻസ്ട്രുമെൻറ്റിനെയാണ്, ആ ടൂളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പസ്. എന്താണ്? കോമ്പസ്. അപ്പോൾ കോമ്പസിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അത് വരയ്ക്കേണ്ടതാണ് ഇവിടെ
തന്നിരിക്കുന്നത്. വെൻ വി ഡ്രോ എ സർക്കിൾ ലൈക്ക് ദിസ്, the distance between the legs of the compass shouldn't change in between. It should be same from start to finish. അപ്പോൾ എന്താണ്, നമ്മൾ ഇങ്ങനെ കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ പെൻസിലും ആ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറില്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എന്ത് വരയ്ക്കാൻ പറ്റും, സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ വരയ്ക്കുക എന്നുള്ളതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ വരയ്ക്കാൻ പറ്റും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ കൂട്ടുകാർ കയ്യിൽ കോമ്പസ് എടുക്കുക. ഓക്കെ, കൂട്ടുകാർ കയ്യിൽ കോമ്പസ് എടുക്കുക. then എന്ത് ചെയ്യണം, നമ്മൾ ഒരു കോമ്പസിനേക്കാൾ ചെറിയ പെൻസിൽ, അതായിരിക്കും നമുക്ക് വരയ്ക്കാനായിട്ട് എളുപ്പമുണ്ടാവുക. വലിയ പെൻസിൽ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോമ്പസിനേക്കാൾ ചെറിയ ഒരു പെൻസിൽ നമ്മൾ അതിലിട്ടുക, എന്നിട്ട് അതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചിത്രം 1 കാണുന്നത് പോലെ നമ്മളൊരു ഡിസ്റ്റൻസ് അകലെ വെക്കുക. ദെൻ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ കുത്തി പിടിച്ച് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരച്ച് നോക്കുക. സർക്കിൾ ഇങ്ങനെ തുടങ്ങി ദെൻ തേർഡ് പിക്ചറിൽ പകുതിയായി, മുക്കാലായി, ദെൻ ഫുള്ളായി. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ദെൻ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ദെൻ ഇവിടെ ഇനി എന്താ പറയുന്നത്, നമുക്ക് മാത്സ് ബുക്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമില്ല, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, എ സർക്കിൾ ഈസ് ദ പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്. സർക്കിൾ ഈസ് ദ നെയിം ഓഫ് ദ റൗണ്ട് ഷേപ്പ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് മാത്ത്. ദർ ആർ മെനി കൺസെപ്റ്റ് റിലേറ്റഡ് ടു ഇറ്റ്. അപ്പോൾ എന്തിനെയാണ് സർക്കിൾ എന്ന് പറയുന്നത്, ഈ പാത്ത് ഏതാണ്, ഈ റെഡ് ഇങ്ങനെ പോകുന്നില്ല, ഈ പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സർക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, the unmoving point in the middle is called the center of the circle. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നമ്മൾ കോമ്പസ് ഒരു പോയിന്റിൽ കുത്തില്ലേ, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. എന്താണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ? ഇനി എന്താ, the unchanging distance between the unmoving part and the rotating point is called the radius of the circle. അപ്പോൾ എന്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്, എന്തിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്? ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് കൂട്ടുകാർ ശ്രദ്ധിക്കുക, ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, ഇത് ചേർന്നിട്ടുണ്ട്, ശരിക്കും സ്ട്രെയിറ്റ് ലൈൻ ആണ് വരേണ്ടത്. ഈ സെൻറ്ററിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ്. ഇപ്പോൾ ഈ പച്ച കളറിൽ കൊടുത്തിട്ടില്ലേ, ഈ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളതൊക്കെ എന്താണ്, റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റേഡിയസും എല്ലാം സെയിം ആയിരിക്കും. ഏത് പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചാലും അത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഫ്രം ദ പോയം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്, റേഡിയസ് ഓഫ് ദ സർക്കിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആ പോയിൻ്റാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുക. ദെൻ ആ പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, റേഡിയസ് എന്ന് പറയുക. Then അടുത്ത ക്വസ്റ്റ്യൻ എന്താ, സോ ഹൗ ഡു വി ഡ്രോ എ സർക്കിൾ ഓഫ് 4 cm റേഡിയസ്. 4 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കാൻ പറ്റും? അപ്പോൾ ആദ്യം നമ്മൾ കോമ്പസ് എടുക്കുക, കോമ്പസിനേക്കാൾ ചെറിയൊരു പെൻസിൽ എടുക്കുക, അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസിൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ എന്ത് ചെയ്യണം, 4 cm നമ്മൾ അകത്തി വെക്കണം. ദെൻ ആ 4 cm അകത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സെൻറ്റർ പോയിൻ്റ് മാറാണ്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കിട്ടും. ദെൻ ഇതൊക്കെ എന്താ, നമ്മൾ എങ്ങനെയാണ് ഈ ഫിഗേഴ്സ്, നമുക്ക് എക്സാമിന് ഇങ്ങനെ ഫിഗർ തന്നിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറയും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഫിഗർ വരയ്ക്കുക? നൗ ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ ക്രിയേറ്റ് പിക്ചേഴ്സ് ബൈ ഡ്രോയിങ് മെനി സർക്കിൾ. ഡ്രോ എ ലൈൻ നോട്ട് ടു ലോങ്. ഡ്രോ എ സർക്കിൾ വിത്ത് ദ എൻഡ് പോയിന്റ് ഓഫ് ദിസ് ലൈൻ ആസ് ദി സെൻറ്റർ. അപ്പോൾ എന്താണ്, അപ്പോൾ ആദ്യം കൂട്ടുകാർ ഈ ഒരു ലൈൻ വരയ്ക്കുക.
ഈ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സെൻറ്റർ ആക്കിയിട്ട് ഇവിടെ ഈ പോർഷനിൽ എവിടെയാണ് എന്താ ഇത് സെൻറ്റർ പോയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചു. ഇത് സെൻറ്റർ പോയിൻ്റ് ആക്കിയിട്ട് ഈ ഒരു സർക്കിൾ വരച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ഈ ലൈനിൻ്റെ ഒരു എൻഡ് സെൻറ്റർ പോയിൻ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലൈനിൻ്റെ മറ്റേ എൻഡില്ലേ, അതായത് ഈ എൻഡില്ലേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് കുത്തിയിട്ട് വേണം ഈ ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സർക്കിൾ കിട്ടി. 2 സർക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു എഡ്ജില്ലേ, ഈ ഒരു എഡ്ജും ഈ ഒരു എഡ്ജും ഉണ്ട്, അങ്ങോട്ട് നമ്മൾ ലൈന് മാർക്ക് ചെയ്യുക. അതായത് എങ്ങനെയാണ്, ഈ പോയിന്റിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ ഇവിടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, ദെൻ അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. ദെൻ അത് ഇങ്ങനെ ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ ലൈന് ഒഴിവാക്കുക, ഈ ലൈൻ വേണ്ട, അത് മായ്ച്ച് കളയുക, ദെൻ ഈ കാണുന്ന പോലെ കളർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഫിഗർ കിട്ടിയ കൂട്ടുകാർ നോക്കുക ഏതൊക്കെ രീതിയിൽ ഈ ഫിഗർ വരയ്ക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഐഡിയ യൂസ് ചെയ്തിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്തത് എന്താ, ഈ ഫിഗർ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കുക ആദ്യം എങ്ങനെ വരയ്ക്കാൻ പറ്റുമെന്ന്. എങ്ങനെ വരയ്ക്കാൻ നോക്കി നോക്കാം. ഈ ഫിഗറിൽ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം, ഈ ഫിഗറിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈന് നമ്മൾ വരയ്ക്കുക. ഈ ലൈൻ നമ്മൾ ആദ്യം വരച്ചു. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഒരു രീതിയാണ് ഞാൻ അവിടെ പറയുന്നത്. ഓക്കെ, ഈ ഫിഗർ കിട്ടിയാൽ മതി, എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല, ലാസ്റ്റ് നമുക്ക് ഈ ഫിഗർ കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഈ ഒരു ലൈന് വരച്ചു. ഓക്കെ, ഈ ലൈൻ വരച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ ഇത് മിഡ് പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ഇത് മിഡ് പോയിൻ്റ്, അടുത്ത എൻ്റെ മിഡ് പോയിൻ്റ് വെച്ചിട്ട് ഈ ഒരു സർക്കിൾ വെച്ചു. ദെൻ ഈ ലൈൻ്റെ മിഡ് പോയിൻ്റ് ഇല്ല, അതായത് ലൈൻ്റെ സെൻറ്റർ, അതേതാ, ലൈൻ്റെ സെൻറ്റർ എവിടെ വരും, ലൈൻ്റെ സെൻറ്റർ ഇവിടെ വരും. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കോമ്പസിൻ്റെ സെൻറ്ററിൽ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സർക്കിളും വരച്ചു. ഇപ്പോൾ നമുക്ക് എത്ര കിട്ടി, 3 സർക്കിളും ഒരു ലൈനും കിട്ടി. അപ്പോൾ ആദ്യത്തെ നമ്മുടെ എന്തായി, ആദ്യത്തെ ഈ ഫിഗർ നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്തത്, പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ പോയിൻ്റ് ഇല്ലേ, ഈ കാണുന്ന കോർണർ പോയിൻറ്റ്സ് ഇല്ലേ, ഈ കാണുന്ന കോർണർ പോയിൻറ്റ്സ് തമ്മിൽ ഇത് ഒന്ന് ജോയിൻ ചെയ്തു. ദെൻ അവിടുന്ന് ഒന്ന് ഇങ്ങണ്ട്, ദെൻ അവിടുന്ന് ഒന്ന് ഇങ്ങണ്ട്, ദെൻ അവിടുന്ന് ഇങ്ങണ്ട്, ദെൻ അവിടുന്ന് ഇങ്ങണ്ട്, ഇങ്ങനെ കോർണർ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തു. ആ ജോയിൻ ചെയ്ത ലൈനാണ് ഈ ലൈൻ. ഇപ്പോൾ ബ്ലൂ കൊണ്ട് മാർക്ക് ചെയ്തില്ലേ, സോറി ഇതില്ല കേട്ടോ, ഈ ലൈൻസ് എന്നിട്ട് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ലൈൻസ്. ഓക്കെ, ഇങ്ങനെ വരച്ചു. അപ്പോൾ നമുക്ക് ഏത് ഫിഗറായി, ഈ ഫിഗറായി. ദെൻ അപ്പുറത്തേൽ നമ്മൾ എന്താ ചെയ്തത്, ഇപ്പം നമ്മുടെ ഈ ഫിഗർ വരെ നമ്മുടെ കംപ്ലീറ്റ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്തത്, ഇനി നമ്മൾ അടുത്ത ഫിഗറിൽ നോക്കി നോക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ പോയിൻ്റ് ഇല്ലേ, ഈ പോയിൻ്റ് ഇത് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് ഇവിടുന്ന് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ദെൻ അങ്ങനെ അങ്ങനെ എല്ലാ സൈഡിലും നമ്മൾ ഒന്ന് വിട്ടിട്ട് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ കൂട്ടുകാർ ചെയ്ത് നോക്കുക. നമ്മൾ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ വിട്ടിട്ട് ഇങ്ങോട്ടേക്ക്, ദെൻ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഒന്ന് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും,
എന്താ കണ്ടില്ലേ, ഒരു ലൈനാണിത്. ദെൻ ഇവിടുന്ന് വരയ്ക്കുമ്പോൾ ഈ പോയിൻ്റ് ഒഴിവാക്കുക, ദെൻ ഈ പോയിൻറ്റിലേക്ക് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിഗർ കിട്ടും. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫിഗറാണ് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതാണ് വരേണ്ടത്. അപ്പോൾ ഇത് വരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ സർക്കിൾ ഒഴിവാക്കുക, മായ്ച്ച് കളയുക, ഈ സർക്കിൾ ഒഴിവാക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഇത് കിട്ടും. ഓക്കെ. ഇനി എന്താ? ട്രൈ ഡ്രോയിങ് ദ പിക്ചേഴ്സ് ബിലോ. അപ്പോൾ താഴെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ ആലോചിച്ച് വരച്ച് നോക്കുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്കൊന്ന് ആലോചിച്ചാൽ കിട്ടും. സിമ്പിളാണ് കൂട്ടുകാർ. അപ്പോൾ നോക്കി വരച്ച് നോക്കുക. ഇതാവുമ്പോൾ ഒരു സ്ക്വയർ വരക്കുക. ദെൻ ഇതെന്താണ്? നമ്മൾ കോമ്പസിൽ ഈ സ്ക്വയർ ഇപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ എടുത്തെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും? ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. അതായത് ഇത് മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ പകുതിയാണ്, ഒരു ഭാഗമാണ് ഇത്. അപ്പോൾ ഒരു സർക്കിളിൽ ഒരു കോമ്പസിൽ 2 എടുക്കുക, 2 സെൻറ്റിമീറ്ററിൻ്റെ ഈ ഭാഗം മാത്രം വരയ്ക്കുക. ദെൻ അങ്ങനെ ഇതും വരച്ചാൽ നമുക്ക് ഈ ഫിഗർ കിട്ടും. അപ്പോൾ അതുപോലെ ഇതും വരയ്ക്കുക, ദെൻ കളർ ചെയ്യുക. ഓക്കെ. അപ്പോൾ അത്രയാണ് നമുക്ക് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു സ്കെയിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് റെക്റ്റാങ്കിളും സ്ക്വയറും ഒക്കെ വരയ്ക്കാൻ പറ്റും. ദെൻ നമ്മൾ പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള കോമ്പസ് പഠിച്ചു. സെറ്റ് സ്ക്വയർ പഠിച്ചു. സെറ്റ് സ്ക്വയർ ആയിട്ട് എങ്ങനെ ലൈൻ വരയ്ക്കാമെന്ന് പഠിച്ചു. കോമ്പസ് ആയിട്ട് എങ്ങനെ സർക്കിൾ വരയ്ക്കുക, ഡിഫറെൻറ്റ് ഷേപ്സ് വരയ്ക്കുക, എല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വളരെയധികം സിമ്പിളാണ്. ഓക്കെ. അപ്പോൾ കൂട്ടുകാർ ഓരോ ഫിഗർ ഇങ്ങനെ വരച്ച് പ്രാക്ടീസ് ആക്കുക. ഓക്കെ. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.